മുൻ CPM MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. KPCCയുടെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് കോൺഗ്രസ് അംഗത്വം എടുത്തത്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, CPMന് വലിയ കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമാണ് ഐഷ പോറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. KPCCയുടെ രാപ്പകൽ സമരവേദിയിലെത്തി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് മുൻ MLA. വിവരങ്ങൾ. തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കും അഭ്യൂഹങ്ങൾക്കുമിടയിൽ KPCCയുടെ ഈ സമരവേദിയിൽ, കോൺഗ്രസിന്റെ സമരവേദിയിലെത്തിയാണ് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചത്. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരുണ്ടായിരുന്നു. KC വേണുഗോപാൽ, MM ഹസൻ, അടൂർ പ്രകാശ്, അതുപോലെ തന്നെ K മുരളീധരൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തുടങ്ങിയ നിരവധി നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. VD സതീശനാണ് അംഗത്വം നൽകിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 പതിറ്റാണ്ടു നീണ്ട ഭരണത്തിനാണ് അവസാനം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടായി. അതാണ് തന്നെ ഇത്തരത്തിൽ പാർട്ടി മാറിയത്. അതാണ് തന്റെ അച്ഛനുണ്ടായിരുന്ന കാലഘട്ടത്തിലെ പ്രസ്ഥാനമല്ല ഇപ്പോഴുള്ളത്. നിലപാടുകളിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ട് എന്ന് ഐഷ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമുക്കറിയാം, ബാലകൃഷ്ണ പിള്ളയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിച്ച വിജയിച്ചത്. ഐഷ പോറ്റി നേടിയ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലെ മുടിചൂട മന്നനായിരുന്ന R ബാലകൃഷ്ണപിള്ളയെ 2006 തറ പറ്റിച്ചാണ് ഐഷ പോറ്റി നിയമസഭാംഗമാകുന്നത്. പിന്നീട് CPMന് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവിടെ 3 തവണയും ഐഷ പോറ്റി തന്നെ മത്സരിച്ചു, വിജയിച്ചു. കഴിഞ്ഞ തവണ പക്ഷേ ഐഷയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം അവിടെ നടത്തി. അതോടുകൂടി ഐഷ പോറ്റിയെ പൂർണ്ണമായും പാർട്ടി തഴയുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. 5 വർഷമായി പാർട്ടിയുമായി അകൽച്ചയിൽ കഴിഞ്ഞിരുന്ന ആ ഐഷ പോറ്റിയാണ് ഇന്ന് കോൺഗ്രസിന്റെ തട്ടകത്തിൽ എത്തിയിരിക്കുന്നത്. ദിസ്ന, തീർച്ചയായും നീലിമ സൂചിപ്പിച്ചത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ബാലകൃഷ്ണ പിള്ളയെ തോപ്പിച്ചുകൊണ്ട്, പരാജയപ്പെടുത്തിക്കൊണ്ട് 3 തവണ MLA ആയി വീണ്ടും സീറ്റ് ചോദിച്ചപ്പോൾ പാർട്ടി മുഖവിലക്കെടുത്തില്ല എന്നൊരു പരസ്യ പ്രതികരണം കൂടി ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിൽ നടത്തിയെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു പാർട്ടി മാറുവാൻ കാരണമായത്. പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിലും ആശയങ്ങളിലും വലിയ വൃതിചലനം ഉണ്ടായി എന്ന് തന്നെയാണ് ഐഷ പോറ്റി എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം. കൂടുതൽ പ്രതികരണത്തിനില്ല, അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തെ കൂടുതലായി കുറ്റം പറയുവാനില്ല. പക്ഷേ വന്ന വഴിയൊന്നും മറക്കരുത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഐഷ പോറ്റി പറഞ്ഞു വെച്ചതും ഏറെ ശ്രദ്ധേയമാവുകയാണ്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ സീറ്റ് ചോദിച്ചിരുന്നു. പക്ഷേ ആ സീറ്റിൽ മറ്റൊരു പരീക്ഷണത്തിന് തന്നെയാണ് CPM തയ്യാറായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDFൽ അവർ മത്സരിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് KC വേണുഗോപാൽ ഉൾപ്പെടെ പ്രസംഗത്തിൽ അറിയിച്ചുള്ളത്. പക്ഷേ ആ പ്രതികരണത്തോട് ഐഷ പോറ്റി പറഞ്ഞത് പാർട്ടി അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഐഷ പോറ്റിയും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ചുവടുമാറ്റം ഉണ്ടായിരിക്കുന്നത്. അത് കൊട്ടാരക്കരയിൽ ഒരു അട്ടിമറി വിജയം നേടി കൊട്ടാരക്കരയിൽ വിജയിച്ച അവർ തന്നെ ഇപ്പോൾ UDFന്റെ പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ വലിയ തിരിച്ചടി, വലിയ കനത്ത പ്രഹരം തന്നെ CPMന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നീലിമായി എന്തായാലും മത്സരിക്കും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും ഈ അടുത്ത കഴിഞ്ഞ തവണയൊക്കെ നടന്നിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങളെയൊക്കെ തന്നെയും ശരിവെച്ചുകൊണ്ട് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് CPMന് ഏറ്റവും വലിയ കനത്ത പ്രഹരം എന്ന് പറയാം. അവർ പറഞ്ഞു വയ്ക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. പ്രസ്ഥാനം അതിന്റെ നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചു. അതാണ് തന്നെ പാർട്ടി മാറുവാൻ കാരണമായത്. കൂടുതലൊന്നും തനിക്ക് പറയുവാനില്ല. സൈബർ ഇടങ്ങളിൽ എനിക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായേക്കാം, വർഗവഞ്ചകി എന്ന് എന്നെ മുദ്ര കുത്തിയേക്കാം. പക്ഷെ അതൊന്നും താൻ കാര്യമാക്കുന്നില്ല. താൻ ഇത്തരത്തിൽ ഐഷ പോറ്റിയായി തന്നെ തുടരുമെന്നൊരു കാര്യം കൂടി ഐഷ പോറ്റി പറഞ്ഞു വയ്ക്കുകയാണ്. നീലിമ, ശരി. ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ CPMന് വലിയ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാൻ പോകുന്നത്. കൊട്ടാരക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കാൻ പോകുകയാണ്. അപ്പോൾ കൊട്ടാരക്കര മണ്ഡലം എന്ന് പറയുന്നത് തീപാറുന്ന രാഷ്ട്രീയ സത്യസന്ധത ആർക്കൊപ്പം നിലകൊള്ളുന്നു എന്നതിൻ്റെ കൂടി പരീക്ഷണശാലയാവുകയാണ് അങ്ങനെ കൊട്ടാരക്കര. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.